ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുദർശന റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. NDA കാൻഡിഡേറ്റായി BJPയുടെ നോമിനിയായി CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികകൾ ഇന്നും നാളെയുമായി സമർപ്പിക്കും. അതിനിടയിലാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം ഇന്ന് സുപ്രധാനമായ ഒരു യോഗം ചേരാനിരിക്കുന്നത്. എന്തൊക്കെ നിലപാടുകളായിരിക്കും ഇനി മുന്നോട്ട് കേന്ദ്ര സർക്കാരിനെതിരെ? പ്രത്യേകിച്ച് BJP നോമിനിയാണ് NDA കാൻഡിഡേറ്റ് എന്ന ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയിൽ ഉയർന്നു വരാനിരിക്കുന്ന കാര്യങ്ങൾ. വിനീഷ, സെപ്റ്റംബർ 9 നടക്കുന്ന ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതിലേക്കുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയെ, സുപ്രീം കോടതി മുൻ ജഡ്ജി കൂടിയായ സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് നേരത്തെ തന്നെ നമുക്കറിയാം NDAയുടെ സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി എന്തായാലും ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെയായിരിക്കും സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ ഈ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ സുദർശൻ റെഡ്ഡി അദ്ദേഹം ഇന്നലെ ദില്ലിയിലെത്തുകയും അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമൊക്കെ ഇന്ത്യ സഖ്യം നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. എല്ലാ തൃണമൂൽ കോൺഗ്രസ് അടക്കം ഈ ഒരു കൂടിയാലോചനകളിൽ പങ്കാളിയായി എന്നുള്ളതും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒന്നുകൂടി ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു തീരുമാനമായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DMK ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ മറ്റ് സഖ്യകക്ഷികളെല്ലാം തന്നെയും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും പിന്നീട് ഒടുവിൽ ഇന്ത്യ സഖ്യം ഒരു കോൺഗ്രസിനടക്കമെല്ലാം തന്നെയും കൂടിയാലോചിച്ചുകൊണ്ട് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിർത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അതും പ്രതിപക്ഷത്തിൻ്റെ ഐക്യ നിരയിൽ ഒരു ശക്തിപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയിലേക്ക് മാറുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് 3 മണിക്ക് പാർലമെൻ്ററി സെൻട്രൽ ഹാളിൽ ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗം ചേരുന്നുണ്ട്. ഏതൊക്കെ രീതിക്ക് ഇനി ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ള BJPക്കെതിരായ സമരപരിപാടികൾ, ബീഹാറിലെ SIR, അതോടൊപ്പം തന്നെ മറ്റ് വോട്ട് ചോരി ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ഏത് രീതിക്ക് മുന്നോട്ട് പോകണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വീണ്ടും തീരുമാനമെടുക്കും. ഇന്നലെയും ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേർന്നുകൊണ്ട് ഇന്നലെയും ശക്തമായ രീതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിനെതിരെ എല്ലാ ഇന്ത്യ സഖ്യ നേതാക്കൾ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും അടക്കമുള്ള എല്ലാവരും, മഹുവ മൊയ്ത്ര അടക്കമുള്ള എല്ലാ നേതാക്കളും ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇന്നലെ കാണുകയും ചെയ്തു. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു അലോലി സ്വാഭാവികമായിട്ടും ഇനി രാജ്യത്താകമാനം ഉണ്ടാകും. ഇപ്പോൾ ബീഹാറിൽ ഈ വോട്ട് അധികാർ യാത്ര പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ 4ാം ദിവസമാണ്. സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി നഗറിലാണ് ഈ മഹാറാലിയോടെ ഈ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വോട്ട് അധികാര യാത്ര സമാപിക്കുക. 38 ജില്ലകളിലായി ഏകദേശം 13,000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബീഹാറിലെ ഈ വോട്ടവകാശ യാത്ര പ്രതിപക്ഷ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. സെപ്റ്റംബർ 1 CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതിൽ ഈ SIRമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ വോട്ട് മോഷണ ആരോപണത്തിലും അന്വേഷണമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ. മാത്രമല്ല BJPയുടെ നാവായി അദ്ദേഹം മാറിയെന്ന് കൃത്യമായി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് രാജ്യവ്യാപകമായി പ്രതിപക്ഷം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ വോട്ട് അധികാര യാത്ര ആരംഭിച്ചിരിക്കുന്നതും. എന്നാലും ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിനും ഇത് നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയിപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എല്ലാ കക്ഷികളുടെയും ഈ വോട്ടുകൾ സമാഹരിക്കുക അല്ലെങ്കിൽ പിന്തുണ നേടുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. ആന്ധ്രയിൽ നിന്നുള്ള ആന്ധ്ര സ്ഥാനാർത്ഥിയാണ് ഈ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്രയിലെ TDP അടക്കമുള്ള പാർട്ടികളുടെയൊക്കെ ഒരു സഹായവും പിന്തുണയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലെല്ലാം തന്നെയും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളാകും നടത്തുക. അതിനുള്ള കാര്യങ്ങളും അതുള്ള തീരുമാനങ്ങളായിരിക്കും ഇന്നിപ്പോൾ പ്രധാനമായും ഈ ഇന്ത്യ സഖ്യ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിലാണ് ഇന്ത്യ സഖ്യ MPമാരുടെ ഈ യോഗം നടക്കുക. സിബി, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വന്നാൽ, ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ മൺസൂൺ സെഷൻ അവസാനിക്കാൻ. സുപ്രധാനമായ 2 ബില്ലുകൾ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ നിരന്തരം പ്രതിപക്ഷ MPമാർ ഉന്നയിക്കുന്നുണ്ട്, അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണക്കിലെടുക്കുകയോ ചെവിക്കൊള്ളുകയോ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏത് രീതിയിലായിരിക്കും പാർലമെന്റിന്റെ ഇരുസഭകളും?
വിനീഷ, ഇന്നിപ്പോൾ പാർലമെൻറ്റ് ഏറെ ശ്രദ്ധേയമാവുന്ന ഒരു സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് ഈ പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്നതാണ്. അതായത് ഒരു മാസം ജുഡീഷ്യൽ കസ്റ്റഡി കഴിഞ്ഞാൽ, ഒരു മന്ത്രി കഴിഞ്ഞാൽ ആ മന്ത്രിയുടെ സ്ഥാനം 31-ാം ദിവസം നഷ്ടപ്പെടും എന്ന രീതിയിലേക്കുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 130-ാം ഭേദഗതിയാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് ഏറെ ഇത്തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായി തോന്നാമെങ്കിലും, പക്ഷേ ഇത് നമുക്കറിയാം, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിക്കാണ് നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ മന്ത്രിമാരെല്ലാം തന്നെ വേട്ടയാടുന്ന കാര്യത്തിൽ നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഈ ബില്ലിൻ്റെ സ്വഭാവം കൃത്യമായി നിരീക്ഷിക്കേണ്ടതും ഏറെ പ്രധാനമാണ്. ഇതിൽ 31 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ആ മന്ത്രി, അത് മുഖ്യമന്ത്രി മുതൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രിമാർക്ക് വരെ ഇത് ഈ നിയമം ബാധകമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. സ്വാഭാവികമായും 31-ാം ദിവസം തനിയെ ഈ ഒരു സ്ഥാനം നഷ്ടമാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം മുൻ അനുഭവങ്ങൾ. പ്രത്യേകിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരണം നയിച്ചതൊക്കെ രാജിവെക്കാതെ അദ്ദേഹം ദില്ലി ഭരിച്ചതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ അദ്ദേഹത്തെ ജയിലിലടച്ചതും പിന്നീട് അദ്ദേഹം രാജിവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രതിപക്ഷ മന്ത്രിമാരെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും വേട്ടയാടാനുള്ള ഒരു ആയുധമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നരേന്ദ്രമോദി സർക്കാർ ഉപയോഗിച്ച ഒരു അനുഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം അതിൽ ഒളിഞ്ഞിരിക്കുന്ന BJPയുടെ അജണ്ട വ്യക്തമാവുകയും ചെയ്യും. പ്രതിപക്ഷത്തെ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെതിരായ ആയുധമാക്കി ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവരുമെന്ന ഒരു വലിയ ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. സ്വാഭാവികമായും വളരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നടപ്പാക്കാൻ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല. എങ്കിൽ പോലും അതിൽ ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കുക എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഈ ജമ്മു കാശ്മീരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഭേദഗതി ബില്ല്, അതുകൂടാതെ ജമ്മു കാശ്മീരിൻ്റെ പുനഃസംഘടനാ ബില്ല്, അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ബില്ലുകളെല്ലാം തന്നെയും ഇന്നിപ്പോൾ ഈ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഈ ഒരു ബില്ലുകൾ കൊണ്ടുവരുന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, ഈ ഒരു വർഷകാല സമ്മേളനം ജൂലൈ 21-നാണ് ആരംഭിച്ചത്. നാളെ ഓഗസ്റ്റ് 21-ന് ഈ ഒരു വർഷകാല സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. ഇതിൽ 2 ദിവസം മാത്രം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് 2 ദിവസം മാത്രം ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഈ SIR വിഷയത്തിലും വോട്ട് ചോരി വിഷയത്തിലും ക്രൈസ്തവ വേട്ട വിഷയത്തിലൊക്കെ തന്നെ സഭ പൂർണ്ണമായും തടസ്സപ്പെടുകയും ഈ ഒരു സഭാ നടപടി പൂർത്തിയാക്കാനാകാതെ ഉച്ചയ്ക്ക് ശേഷം പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായി ഇന്നും ഈ ഒരു വോട്ട് ചോരിയും SIR-ഉം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പാർലമെൻറ്റ് കവാടത്തിലും പാർലമെൻറ്റിനകത്തും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നും പ്രതിപക്ഷം കൊണ്ടുവരും. പക്ഷേ ഇതിൽ ഇന്ന് ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത് ഈ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഈ ഭേദഗതി ബില്ലുമേൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് BJPയുടെ കൃത്യമായ അജണ്ടയാണെന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഈ ബില്ല് വരുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന RSS അജണ്ടയും ഇതിൽ ഏറെ നിർണായകമാകുകയാണ് വിനിഷ.